കരച്ചിലോടെ ഞെട്ടിമാറി. പിന്നീട് വശം നോട്ടത്തോടെ തനിക്കരികിൽ നിൽക്കുന്ന അലക്സ്. അവൾ ഒരു നിമിഷം അനങ്ങാൻ പോലും കഴിയാതെ നിന്നു. അവൻ അവൾക്കടുത്തേക്ക് ഒന്നുകൂടി അടുത്തതും അവൾ അവനെ പിറകോട്ട് തള്ളി. അത് പ്രതീക്ഷിക്കാത്തതിനാൽ അവനൊന്ന് പിറകോട്ട് വേച്ചുപോയി. ആ നിമിഷം അവൾ റൂമിന് പുറത്തേക്ക് ഓടി. എന്നാൽ അതിനു മുൻപ് അവൻ അവളുടെ മുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. അവൾക്ക് തല പറഞ്ഞു പോകുന്നത് പോലെ വേദനിച്ചു. അവളുടെ ബെഡിലേക്ക് തള്ളി അവൾ മലമടിച്ചു വീണു. അവനെ പോലെ എനിക്കും കൊണ്ടുപോകാം, എനിക്ക് എത്ര വേണേലും ഞാൻ തരാം, ആരും അറിയില്ല, അവൻ അവളോട് പതിയെ പറഞ്ഞു. അവൾ വെറുപ്പോടെ മുഖം വെട്ടിച്ചു. എനിക്ക് പോണം, എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ചോദിക്കും, അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അതിന് എന്റെ വിളി കേട്ടവന് ഇവിടെ ആരുത്തില്ല, ഉള്ളവരൊന്നും വരത്തും ഇല്ല. അവനവളെ പുച്ഛത്തോടെ നോക്കി. അവൾ ബെഡിൽ നിന്നും തെറിച്ചെഴുന്നേറ്റു. അവളെ പിടിച്ച് വീണ്ടും ബെഡിലേക്ക് തന്നെ തള്ളി. അവൻ ഡോർ അടക്കാൻ നിന്നതും അവൻ പിറകിലേക്ക് തെറിച്ചു മലർന്നടിച്ചു വീണതും ഒന്നിച്ചായിരുന്നു. കിടന്നിടത്തു നിന്നും അവൻ ആ വേദനയിൽ തലപൊക്കി പുറത്തേക്ക് നോക്കി. സകലതും ചുട്ടരിക്കാവുന്ന ഭാവത്തോടെ അഗ്നി പോലിരുത്തൽ. ഡേവിഡ്. അലക്സ് ഭയം കൊണ്ട് വിറച്ചു. എന്താണ് സംഭവിച്ചത് എന്ന് അനുവിന് മനസ്സിലായില്ല. അവൾ നിറയിലോടെ താഴെ വീണ് കിടക്കുന്നതിനെ നോക്കി. ഡോറിലേക്ക് നോക്കിയതും കണ്ടു മുഖവും കണ്ണും ചുവന്ന് അലക്സിന്റെ നേരെ നടന്നടക്കുന്നവൻ. അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവനെ നേർക്കുമൂടി ഇരു കൈകൾ കൊണ്ടും അവനെ മുറുകെ ചുറ്റിപ്പിടിച്ചു കരഞ്ഞു. അവളുടെ ആ പ്രവൃത്തിയിൽ അവൻ ഒരു നിമിഷം അമ്പരന്നു. പിന്നെ അവനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ് കിടക്കുന്ന അലക്സിനെ അടിവയറിലേക്ക് തുഴിച്ചു. അവൻ അലറി വിളിച്ചു. അവന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും ഓടി വന്നു. അയ്യോ, എന്റെ മോൻ! സാറ അലക്സിന്റെ അടുത്തേക്ക് ഓടി അവനെ പിടിച്ചുയർത്താൻ നോക്കി. അവന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവർ ഡേവിഡിന് നേരെ ചീറി. എന്താടാ നീ എന്റെ മോനെ ചെയ്തത്? നീ എന്തിനാടി ഇവനെ കൊണ്ട് എന്റെ മോനെ ചെയ്യിച്ചത്? അതും ചോദിച്ച് അവർ അവളെ അവനിൽ നിന്നും വലിച്ച് അവളുടെ മുഖത്തിന് നേരെ കൈ വീശിയതും അവൻ അവളുടെ കൈ പിടിച്ചു. തൊട്ടുപോകരുത്, ഇവൾ തൊടാൻ നിങ്ങൾക്ക് എന്തവകാശം? ഇതെന്റെ ഭാര്യയാണ്, ഈ ഡേവിഡ് ജോണിന്റെ ഭാര്യ, അവൻ പറഞ്ഞവൻ അവളെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പതിഞ്ഞു കൂടി. എന്റെ ഭാര്യയെ തൊടാൻ മാത്രം ധൈര്യമോ എനിക്ക്? ഇനി നീ ഇവളെ ഒന്നുമില്ല, ഒരു പെണ്ണിനെയും തൊടില്ല, അവൻ പറഞ്ഞവൻ അവനെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു. പിന്നൊരു കാര്യം, നാളെ നേരം പുലരുമ്പോൾ രണ്ടിനെയും എന്റെ വീട്ടിൽ കണ്ടുപോകുന്നു. കണ്ടാൽ അറിയാമോ എന്ന് അതും പറഞ്ഞ് അവർക്ക് നേരെ ഉണ്ട്. അവൾ അവനെ വീട്ടോടെ നോക്കി. തന്റെ സ്വപ്നം എല്ലാം ഒരു നിമിഷം കൊണ്ട് കണ്ണിൽ തകർന്നു. അവർ തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു. അവൻ അവനെ പതിയെ കയറി. അവനത് തളർന്നു പോയ പോലെ തോന്നി അവന്. തന്റെ തലത്തിൽ ആണവൻ, തന്റെ ബലത്തിൽ ആണവൻ നടക്കുന്നത് തന്നെ. അവളുടെ കൈകളിൽ കോരിയെടുത്തു. അവൾ ഒന്ന് എതിർക്കുക പോലും ചെയ്യാതെ അവന്റെ കൈ വാഴ തളർന്നു നിന്നു. അവളുടെ ആ അവസ്ഥ കണ്ട് അവന്റെ നെഞ്ചിൽ ഒരു വിറച്ചിൽ തോന്നി. അവൻ അവളെ ബെഡിലേക്ക് വന്ന് കിടത്തി. എന്നിട്ടവൻ അവൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവനെ കഴിഞ്ഞിട്ടവൾ അവനെ ദയനീയതയോടെ നോക്കി. നീക്ക് പേടിയാ, നീ പോകല്ലേ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവളുടെ നിറഞ്ഞു തോന്നുന്നവളെ നോക്കി. അവൾ അവളുടെ കൈ തന്റെ ഷർട്ടിൽ നിന്നും വേർപെടുത്തി. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് ചേർന്ന് കിടന്നു. അവൻ കിടന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. എത്ര നേരം അങ്ങനെ കിടന്നെന്നറിയില്ല. അവനൊന്ന് മയങ്ങിപ്പോയി. ഫോണടിക്കുന്നത് കേട്ടാണ് അവൻ എണീറ്റത്. തന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നതിനെ കാണുമ്പോൾ
ആശ്വാസം തോന്നി. അപ്പോഴാണ് കയ്യിൽ കുറെ ബാഗുമായി സാറ ഇറങ്ങുന്നത് കണ്ടത്. തൊട്ടുപുറകെ തന്നെ ഫിലിപ്പും വന്നു. അവനെ കണ്ടതും സാറ തലക്ക് ചെന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തലയും കൊഴിച്ചുകൊണ്ട് ഫിലിപ്പ് പറഞ്ഞു, അവൾ ഇറങ്ങിയതും അവൻ കാറ്റുപോലെ ഡോർ കൊട്ടിയടച്ചു. സാറയ്ക്ക് മുഖത്തടി കിട്ടിയതുപോലെ തോന്നി. അവർ തിരിഞ്ഞ് ഫിലിപ്പിനെ നോക്കി. അയാൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി വന്നു. ഡോർ അടച്ചു തിരിഞ്ഞതും നിർമ്മലമായി തന്നെ നോക്കുന്നത്. വീട്ടിൽ വന്നതിനു ശേഷം അവൾ വല്ലാതെ ക്ഷീണിച്ചതുപോലെ തോന്നി. ബാൽക്കണിയിൽ അവൻ ബീൻ ബാഗിൽ ചാരി കണ്ണടച്ചിരുന്നു. മറ്റുള്ളവരോടുള്ള വാശിക്ക് അവരുടെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി താൻ ജീവിതം കളഞ്ഞൊരു പെണ്ണ്. അവനെന്തോ വല്ലായ്മ തോന്നി. അതുമാത്രമാണോ തനിക്ക് അനുപല്ലവി? ആയിരുന്നു. തന്റെ താലി അവളുടെ കഴുത്തിൽ വീഴുന്നതുവരെ. അതിനുശേഷം മറ്റാരോടും തോന്നാത്ത ഫീലിംഗ്സ് തനിക്ക് അവളോട് തോന്നിയിരുന്നു. അമ്മ പോയതിനു ശേഷം തനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിയത് അവൾ വന്നതിനു ശേഷമായിരുന്നു. വീട്ടിലേക്ക് മടങ്ങി വരുന്നത് തന്നെ അവളെ കാണണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ വീടിനെ താൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അവൾ എവിടെയുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. എന്നിട്ടും അവളിൽ നിന്നും മുഖം തിരിച്ചു നിന്നത് അവൾ തന്റെ ആരുമല്ല എന്ന ചിന്ത കൊണ്ടാണ്. സാഹചര്യം കൊണ്ട് തന്റെ അടുക്കിലേക്ക് ബന്ധപ്പെട്ടതാണത്. അവൾക്കൊരിക്കലും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു ചിന്ത. എന്നാൽ തന്നെ കാണുമ്പോഴുള്ള അവളുടെ മുഖത്ത് തെളിച്ചം അത് അതെന്തുകൊണ്ടാണ്. ഇന്ന് അവൾ തന്റെ കൂടെയാണെന്നത് താൻ അവളുടെ പാതിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു. ഓരോന്നാലോചിച്ച് അവൻ അവരെ ഇരുന്നു. രാവിലെ എണീറ്റ് അവൾ വേഗത്തിൽ മാറ്റിയൊരുങ്ങി താഴേക്ക് നടന്നു. അവൻ മുറ്റത്ത് നിൽപ്പുണ്ട്. അവിടെ ഫിലിപ്പും അലക്സും ഇന്നലെ പോയതാണ്. സാറയും ഫിലിപ്പും അലക്സും ഇന്നലെ പോയതാണ്. ഇനി ഇവിടേക്ക് വരാൻ പാടില്ല എന്നതാണ് ദൈവത്തിന്റെ കൽപ്പന. അവളെ കണ്ടതും അവൻ കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി നിന്നു. അവൾക്ക് വേണ്ടി സീറ്റിന്റെ ഡോർ തുറന്നു കൊടുത്തു. കാറിലേക്ക് കയറിയിട്ട് രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവൾ ചോദിച്ചതുമില്ല. കുറെ ദൂരം പോയപ്പോൾ അവൾക്ക് മനസ്സിലായി തന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. വീടിന്റെ അടുത്തെത്തായതും അവൻ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി. പല്ലവി, അവനെ അവൻ വിളിച്ചു. അവൾ എന്തെന്ന ഭാവത്തിൽ തല കുതിച്ചുകൊണ്ട് അവനെ നോക്കി. നമ്മുടെ എഗ്രിമെന്റിൽ ഒരു മാറ്റം. ഇനി താൻ എന്റെ എഗ്രിമെന്റുകാരിയായിട്ട് വേണ്ട. അവൾ പറഞ്ഞുകൊണ്ട് അവൻ നോക്കി. അവളുടെ കൈകൾ തലയിൽ മുറുകി. ഹൃദയമിടിപ്പ് കയറി. എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെ പല്ലവി നീ എന്റെ കൂടെ വരണ്ട. അവൻ അത് പറഞ്ഞതും അവൾ മുഖം പൊത്തി കുനിഞ്ഞിരുന്നു. പല്ലവി, ആർ യു ഓക്കെ? അവൻ ചോദിച്ചതും അവൾ മുഖം അമർത്തി തുറച്ചുകൊണ്ട് എണീറ്റു. എന്നായാലും സംഭവിക്കേണ്ട ഒരു കാര്യം താൻ സമ്മതിച്ചതല്ലേ? മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നോക്കിയിരുന്നു. ഇനി താൻ എന്റെ കൂടെ വരുന്നുണ്ട്. അത് എന്റെ ഭാര്യയായിട്ട് മതി. ഈ ജോണിന്റെ ഭാര്യയായിട്ട് ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ മാത്രം കഴിയുമെങ്കിൽ മാത്രം സമ്മതമായെങ്കിൽ എന്റെ കൂടെ. ഇനി താൻ എന്റെ കൂടെ വരുന്നുണ്ട്. അത് എന്റെ ഭാര്യയായിട്ട് മതി. ഈ ജോണിന്റെ ഭാര്യയായിട്ട് ഈ ജന്മം ജീവിക്കാൻ കഴിയുമെങ്കിൽ മാത്രം സമ്മതമായെങ്കിൽ എന്റെ കൂടെ തിരികെ വരാം. ഇല്ലെങ്കിൽ അതും പറഞ്ഞ് പുറത്തേക്കൊന്ന് നോക്കി കാർ മുൻപോട്ടെടുത്തു. അവളുടെ മനസ്സ് അവന്റെ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു. കേട്ടത് അവൾക്ക് വിശ്വസിക്കാനായില്ല. അപ്പോഴേക്കും കാർ വീട്ടിൽ എത്തിയിരുന്നു. അവൾ അവനെ നോക്കാതെ അകത്തേക്ക് പാഞ്ഞു. മുത്തശ്ശി, കിടക്കുമായിരുന്നു മുത്തശ്ശിയെ. അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു നിന്നു. അയ്യോ, എന്റെ കുട്ടി വന്നോ? ഞാൻ കരുതി ഈ മുത്തശ്ശിയെ മറന്നെന്ന്. അവർ സ്നേഹത്തോടെ അവളെ ചേർത്ത് വിളിച്ചു. അതിന് മറുപടിയായി മുത്തശ്ശിയുടെ കവിളിൽ മെല്ലെ വേദനിപ്പിക്കാതെ ഒന്ന് കടിച്ചുകൊണ്ട് അവൾ വീണ്ടും അവരെ ചുറ്റിപ്പിടിച്ചു. നഷ്ടപ്പെട്ടത് എന്തൊക്കെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി അവൾക്ക്. നീ എങ്ങനെ കുട്ടി വന്നേ? തനിച്ചാണോ? അതോ മോനുണ്ടോ?
അവർ ചോദിച്ചപ്പോഴാണ് അവൾക്ക് അവനെക്കുറിച്ച് ഓർമ്മ വന്നത്. അവൾ നാക്ക് കടിച്ചുകൊണ്ട് എണീറ്റ് പുറത്തേക്ക് നടന്നു. അവിടെ പുറത്തിട്ട കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു അവൾ. അതിനാൽ പെട്ടെന്ന് മുത്തശ്ശിയെ കാണാൻ അവൾ നിന്നുനിൽക്കി. അപ്പോഴേക്കും മുത്തശ്ശി ഉണർന്നിരുന്നു. അവർ രണ്ടുപേരും സംസാരം തുടങ്ങിയപ്പോൾ അവൾ ചായ ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് നടന്നു. ഒരു പ്ലേറ്റിൽ ചായയും ഒരു പ്ലേറ്റിൽ കുറച്ച് ചിപ്സുമായി അവൾ അവർക്കടുത്തേക്ക് നടന്നു. എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾക്കുള്ളിൽ വളഞ്ഞിറങ്ങി നോട്ടം താഴേക്ക് പോയി. മോൻ ഫോൺ ചാർജിലിടാൻ നമ്പർ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെന്ന് നോക്ക്, മുത്തശ്ശി അവനെ നോക്കി പറഞ്ഞു. ഷാഫി തിരിച്ചിട്ടതുപോലെ തോന്നി അവൾക്ക്. അവൾ റൂമിലേക്ക് നടന്നു. അവിടെ ആരെയും കാണാനിട്ട് തിരികെ നടക്കാൻ തുടങ്ങിയത്. വാതിലിന് പുറകിൽ നിന്നും ഒരു കൈ അവളെ വലിച്ചകത്തേക്കിട്ടിരുന്നു. അവൾ അവനെ അമ്പരപ്പോടെ നോക്കി. അവൻ അവളെ ചുവരോട് ചേർത്ത് നിർത്തി. ഇരുവശത്തും കൈകൾ കുത്തി ലോക്ക് ചെയ്തു. മറുപല്ലിൽ